ശ്രീ കെ ടി ബാബുരാജിൻ്റെ പുസ്തകത്തെരുവ് എന്ന കഥയുടെ ശബ്ദാവിഷ്കാരം. അവതരണം KPK വെങ്ങര. പുസ്തകത്തെരുവ്. പുസ്തകത്തെരുവിൽ അലസിമരങ്ങൾ നിരനിരയായി പൂത്തുനിൽക്കുന്നു. ഒരു പൂവ് കാറ്റിലാടി കാൾ മാർക്സിൻ്റെ ആത്മകഥയ്ക്കുമേൽ പറന്നു വന്നിരുന്നപ്പോൾ കബീർ മുഹമ്മദിന് അതൊരു രക്തപുഷ്പമായി തോന്നി. അഭിവാദ്യമറിയിക്കാനെന്ന വിധം തൊപ്പിയെടുത്തുയർത്തി വീണ്ടും തലയിൽ വെച്ച് അയാൾ മാർക്സിനടുത്തേക്ക് നടന്നു. മുഖത്തു നിന്നും ആ പൂവെടുത്തു. പൂവിലേക്ക് നോക്കി നിൽക്കെ കബീർ ഇബ്രാഹിം പെട്ടെന്നൊരു കവിയായി. പൂവേ പൂവേ പൂവിനെന്ത് പേര്, പൂവേ പൂവേ പൂവിനെന്ത് പേര്, വാകയെന്നോ രാജമല്ലിയെന്നോ പൂത്തുലഞ്ഞു കാത്തു നിൽക്കും പൂമരമെന്നോ, അലസമായി വിലസുമൊരു അലസിയെന്നോ, പൂവേ പൂവേ പൂവിനെന്ത് പേര്, മെയ്യാകെ പൂച്ചൂടിയ മെയ് ഫ്ലവറല്ലേ, ഉള്ളുപൊള്ളിയ വേനലിൽ നിന്ന് പൊള്ളിയ ഗുൽമോഹറല്ലേ, എത്ര എത്ര പേരിൽ പൂത്തു നിൽപ്പു നീ, പൂവേ പൂവേ പൂവിനെന്ത് പേര്, പൂവേ പൂവേ പൂവിനെന്ത് പേര്, ഇത്രമാത്രം ചോന്നിരിക്കാൻ രക്തഹാരം പോലിരിക്കാൻ, ഇത്രമാത്രം ചോന്നിരിക്കാൻ രക്തഹാരം പോലിരിക്കാൻ, നിണമണിഞ്ഞ വഴിയിലൊക്കെ ഓർമ്മ പോലെ തെളിഞ്ഞിരിക്കാൻ, പൂവേ പൂവേ പൂവിനെന്ത് കാര്യം, പൂവേ പൂവേ പൂവിനെന്ത് കാര്യം. മാർക്സിനെ പൊടിതട്ടി ഏറ്റവും മുകളിൽ കാഴ്ച കിട്ടുന്നിടത്ത് വെച്ച് തിരിയുമ്പോൾ ഒരു വിളി വന്ന് കബീറിനെ തൊട്ടു. കബീർ തിരിഞ്ഞു നോക്കി. ഒരു ഉമ്മയാണ്. മാറിൽ ഒരട്ടി പുസ്തകവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്താ ഉമ്മ, നീ ഇതൊന്നും നോക്കിയേ, നിനക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഉമ്മ നീട്ടിയ പുസ്തകക്കെട്ട് വാങ്ങി തക്കാളിപ്പെട്ടിയുടെ പലകകൾ ചേർത്തടിച്ച മേശയുടെ മുകളിൽ വയ്ക്കുമ്പോൾ കബീർ ചോദിച്ചു, ഉമ്മാക്കിത് എവിടുന്ന് കിട്ടിയേ? ഉമ്മ കുറേ കൂടി അടുത്ത് വന്ന് തട്ടകം കൊണ്ട് മുഖം പാതി മറച്ച് ഒരു സ്വകാര്യം പോലെ പറഞ്ഞു, സൈനുവിൻ്റെതാ. നിക്കാകെ കഴിഞ്ഞ് പോകുമ്പോൾ ആരും കാണാതെ ഓള് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചതാ. കടലാസല്ല ഉഞ്ഞി, ചെതലരിച്ച് പോവില്ലേ? ഇനിയിപ്പോൾ ഓളി ഇതെങ്ങാനും അന്വേഷിച്ച് വരുമോ ഉമ്മ? എവിടുന്ന്? ഓക്കിപ്പം അതിനാ നേരം. ഇനിയിപ്പം വന്നാൽ തന്നെ വിറ്റുപോയി എന്ന് പറയണം. കബീർ ചിരിച്ചു. ഏകദേശം കണക്ക് കൂട്ടി കുറച്ച് കാശ് ഉമ്മയ്ക്ക് നീട്ടി. കിട്ടിയ കാശ് എണ്ണി നോക്കുക കൂടി ചെയ്യാതെ തട്ടത്തിൻ്റെ തുമ്പിൽ കെട്ടി അവർ നടന്നു മറയുന്നത് കബീർ നോക്കി നിന്നു. സൈനുവിൻ്റെ പുസ്തകക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും പഴയ ആഴ്ചപ്പതിപ്പുകൾ മാറ്റുന്നതിനിടയിൽ കബീറിന് ഒരു കുഞ്ഞു പുസ്തകം കിട്ടി. ഒരു വലിയ പുസ്തകത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞു പുസ്തകമായിരുന്നു അത്. ബാല്യകാലസഖി. പ്രണയം പൊള്ളിച്ച വിരലുകൾ കൊണ്ടെന്ന പോലെ കബീർ പെട്ടെന്നത് തുറന്നു നോക്കി. ആദ്യ പേജിൽ തന്നെ മാഞ്ഞു തുടങ്ങിയ ഒരു കൈയെഴുത്ത് കണ്ട് നീലമഷിയിൽ എഴുതിയത്, പ്രണയവിരലാൽ എൻ്റെ ചുംബനം തൊട്ട സൈനൂന്. അത്രയും വായിച്ചെടുത്തപ്പോൾ ശരീരമാസകലം ഒരു ചുടുകാറ്റ് വീശുന്നതായി കബീറിന് തോന്നി. വാക്കുകളിൽ ചോര പിടിഞ്ഞ ഒരു പ്രണയ പുസ്തകമാണല്ലോ ഇത് എന്ന തോന്നലുണ്ടായി. ആരുടെയോ അമൂല്യമായ ഒന്നിനെ സ്വന്തമാക്കിയതുപോലൊരു കുറ്റബോധവുമുണ്ടായി. ഇതാണോ പാതി വിലയ്ക്ക് ഞാൻ വിൽക്കേണ്ടത് എന്ന വിചാരവും. വേഗത്തിൽ പേജുകൾ മറിക്കുന്നതിനിടയിൽ
ചുവന്ന വരയിട്ട് അടയാളപ്പെടുത്തിയ ഒട്ടേറെ വരികൾ കബീറിലൂടെ കടന്നുപോയി. വിൽക്കാതെ മാറ്റിവെച്ച പുസ്തകങ്ങൾക്കൊപ്പം ആ പുസ്തകം ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, സൈനു, നീ എപ്പോഴെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ തരാനായി ഞാൻ ഈ പുസ്തകം മാറ്റിവെക്കുന്നു. കബീർ മുഹമ്മദ് മതിൽ ചാരി മുന്നിലെ തക്കാളിപ്പെട്ടിയിലേക്ക് കാൽ നീട്ടി ചാഞ്ഞിരുന്നു. തൊട്ടടുത്ത് കടൽ കേൾക്കാം. കണ്ണടച്ചപ്പോൾ അരികിൽ ആരോ വന്നിരുന്നു. ഹാർമോണിയത്തിൻ്റെ കട്ടകൾ താനേ ചലിച്ചു. തബലയിൽ താളത്തിൽ പതിയുന്നത് ആരുടെ വിരലുകളാണ്? സൂറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. ഇനി എന്താ കബീർ സ്വപ്നം കാണുക? അബുക്ക. തക്കാളിപ്പെട്ടിയെ ഉച്ചത്തിൽ ഞെരുക്കിക്കൊണ്ട് കബീർ ഉണർന്നു. ഇല്ലടോ, ഇൻ്റെ അടുക്ക ബദർ പാട്ടുണ്ടോ മോയിൻകുട്ടിയുടെ? അത് നോക്കണം. അല്ല, ഞാൻ എടുത്തു വെച്ചാൽ മതിയോ? മതി മതി. അബൂക്ക കഴിഞ്ഞ ദിവസം വായിച്ചു വെച്ച നന്ദനാരുടെ പട്ടാളക്കഥകളെടുത്ത് മതിലിനോട് ചേർന്നിരുന്ന് വായന തുടങ്ങി. തെരുവിന് ചൂടുകൂടാൻ തുടങ്ങിയിരുന്നു. ആളുകളുടെ തിരക്കും. ഒരു പെൺകുട്ടി കുറേ നേരമായി പഴയ PSC ഗൈഡുകൾ തിരയാൻ തുടങ്ങിയിട്ട്. കബീർ അടുത്ത് ചെന്ന് 1-2 ജനറൽ നോളജിൻ്റെ പുസ്തകം കൂടി അവർക്ക് മുന്നിലിട്ടു. പരീക്ഷയുണ്ടോ? കബീർ ചോദിച്ചു. ഉണ്ടെന്ന് അവൾ തലയാട്ടി. ഇത് മുഴുവൻ എടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, 1-2 എടുക്കാം, അവൾ പറഞ്ഞു. ആവശ്യമുള്ളത് എടുത്തോളൂ, പരീക്ഷ കഴിഞ്ഞ് ഇവിടെ തന്നെ തിരിച്ചു തന്നാൽ മതി. അവൾ അയാളെ നോക്കി. പുസ്തകങ്ങളെടുത്ത് മാറോടടുക്കി കയ്യിലുള്ള കാശ് നീട്ടി. ഒരു സംശയം ചോദിക്കട്ടെ? കാശ് വാങ്ങുമ്പോൾ കബീർ ചോദിച്ചു. അവൾ എന്തെന്ന് കണ്ണുയർത്തി. ഈ പെൺകുട്ടികൾ എന്തിനാണ് പുസ്തകങ്ങളെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുന്നത്? ഒരു നിമിഷം അവൾ കബീറിനെ തുറച്ചു നോക്കി. പിന്നെ ഒരു ചിരി കൊണ്ട് മറുപടി പറഞ്ഞു. അത് ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയായിരിക്കും. കവിത എഴുതുമല്ലേ? അതെങ്ങനെ നിങ്ങൾക്ക്? അവർ പാതിയിൽ നിർത്തി. പറഞ്ഞ ആ ഒറ്റ വരിയിലുണ്ടല്ലോ കവിത. തെരുവിലെ അലസിമരച്ചോട്ടിലെ പുസ്തകങ്ങൾക്ക് മേൽ പിന്നെയും പൂക്കൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. പഴയതും പുതിയതുമായ പുസ്തകങ്ങൾ മുട്ടിമുട്ടി ലോഹ്യം പറഞ്ഞിരുന്നു. മാർക്കേസും ഷെർലക് ഹോംസും കൈകൊടുത്തു. ദസ്തയോവ്സ്കി MP രാധാകൃഷ്ണൻ മാഷുടെ ആത്മകഥയിലേക്ക് ഇടം കണ്ണിട്ട് നോക്കി. ചെഗുവേര ചന്ദ്രമാഷ് വെളുവെളുത്ത ഖദറിൽ കൃത്യമായി എത്തിയിട്ടുണ്ട്. കബീറെ, വെജിറ്റേറിയൻ എത്തിയോടോ? അപ്പോൾ മാഷ് വെജിറ്റേറിയൻ ആയോ? തോക്കും കുഴലിൽ വിപ്ലവം വരുന്നതും പറഞ്ഞു നടന്നിട്ട്. കബീറെ വേണ്ട. ഇത്തവണ നോബൽ കിട്ടിയ ആ പുസ്തകം എത്തിയോടോ? അത് പറ. ഹാൻകാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ. അത് എത്തിയിട്ടില്ല മാഷെ. അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞ് ആളുകൾ വാങ്ങി വായിച്ച് പഴയതായിട്ട് തിരിച്ചെത്തണ്ട മാഷെ. വേണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, നമ്മുടെ CV ചെയ്തത്. വേണോ? എനിക്ക് ഒറിജിൻ വായിക്കണം. എങ്കിലതിന് കാത്തിരിക്കണം. ചന്ദ്രൻ മാഷ് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൂടെ ചാടിപ്പോയി. ചാട്ടം പഴയ 10ാം ക്ലാസ്സിലെ ഒരു ഇംഗ്ലീഷ് പാഠാവലിയിൽ ചെന്ന് നിന്നു. പുസ്തകമെടുത്ത് മാഷ് തലങ്ങും വിലങ്ങും പൊടിതട്ടി പലവട്ടം തുമ്മി. ഇതിലെ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. നീ വായിച്ചിട്ടുണ്ടോ? അതേത് കഥയാ? ഗോഡ് സീസ് ട്രൂത്ത് ബട്ട് വെയിറ്റ്. ദൈവം എല്ലാം കാണുന്നു, പക്ഷേ വൈകുന്നു. കബീറെ, സകല ഉടായ്പുകാർക്കേ പണി വരുന്നുണ്ട്. കാലം കൊടുക്കുന്ന 8ൻ്റെ പണി.
മാഷിൻ്റെ ചിരിക്കുമേൽ അലസിമരം ഒരു പൂ പൊഴിച്ചു. വെളുത്ത മുടിപ്പരപ്പിൽ ഒരു രക്തത്തുള്ളി പോലെ അത് പറ്റിപ്പിടിച്ചതറിയാതെ മാഷ് നടന്നകന്നു. പുസ്തകത്തെരുവിന് ചൂട് കൂടുന്നുണ്ട്, ആളുകളും കൂടുന്നുണ്ട്. വാരി വലിച്ചിട്ടും മറിച്ചു നോക്കിയും വിലപേശിയും വാങ്ങിയും ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. അടുക്കാൻ മടിച്ചൊരു സ്ത്രീ ആളുകൾ ഒഴിയാൻ കാത്തു നിൽക്കുകയാണെന്ന് കബീറിന് മനസ്സിലായി. അവൻ അവരെ കൈമാടി വിളിച്ചു. വരൂ വരൂ. അവർ അടുത്തു വന്നപ്പോൾ തക്കാളിപ്പെട്ടിക്ക് മേൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് അവൻ പറഞ്ഞു, ഇരിക്കൂ. അവർ ഇരുന്നപ്പോൾ അവൻ ചോദിച്ചു, കുറേ നേരമായി വന്നിട്ടല്ലേ? അവർ തലയാട്ടി. എന്തേനു? നിങ്ങളൊന്ന് എൻ്റെ വീട്ടിലോളം വരണം. അവിടെ കുറേ പുസ്തകങ്ങളുണ്ട്. അതെടുത്തിട്ട് പരമാവധി കാശ് തരണം. ബാങ്ക് ലോണിൻ്റെ കുടിശ്ശിക കടലാസ് വന്ന് കിടപ്പുണ്ട്. കുറച്ചെങ്കിലും അടക്കണം. നിങ്ങൾ? രാജഗോപാലൻ്റെ ഭാര്യ. ഓ, നിങ്ങളടുത്ത് നിന്ന് വാങ്ങിച്ച പുസ്തകമുണ്ട് കൂട്ടത്തിൽ. ശമ്പളം കിട്ടിയ ഒരൊറ്റ കാശ് ബാക്കി വയ്ക്കില്ല. പുസ്തകവും കുപ്പിയും. എന്ത് പണ്ടാരത്തിനാണാവോ ഇയാൾ കിട്ടിയ കാശിന് മുഴുവൻ പുസ്തകം വാങ്ങിച്ചു കൂട്ടുന്നത്? വീട്ടിൽ നീങ്ങാനും നിരങ്ങാനും ഒരു ഇഞ്ച് സ്ഥലവുമില്ല ഈ പുസ്തകം കൊണ്ട് നിറച്ചിട്ട്. അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവർ പല്ലിറുമുന്നുണ്ടായിരുന്നു. വരുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ പുസ്തകങ്ങളിൽ തൊട്ടുപോവാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവർ തലക്ക് കൈയും കൊടുത്തിരുന്നു. പുസ്തകങ്ങളെ വെറുക്കുന്ന സ്ത്രീ. കബീർ മനസ്സിൽ അവരെ അടയാളപ്പെടുത്തി. ഒരു സ്ത്രീയുടെ ധർമ്മസങ്കടങ്ങൾക്ക് പുസ്തകം കാരണമാകുന്നുവല്ലോ എന്നവൻ ചിന്തിച്ചു. രാജഗോപാലൻ സാറ് പുസ്തകങ്ങൾ കൊടുക്കാൻ തയ്യാറാവുമോ? കബീർ വിനീതനായി ചോദിച്ചു. ഇല്ലെങ്കിലേ അയാളെ അടക്കം ചേർത്ത് ഞാനതിന് തീ കൊടുക്കും. ക്ഷുഭിതയായി അവർ ഇറങ്ങിപ്പോകുന്നതിനിടയിൽ തട്ടും തെയ്യത്തിൻ്റെ വെട്ടേറ്റതുപോലെ കബീറിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ മലർന്നടിച്ചു വീണു. ഉച്ചവിശപ്പ് മുട്ടി വിളിച്ചു തുടങ്ങി. റോഡ് മുറിച്ചു കടന്ന് കോഫി ഹൗസിലേക്ക് പോകാനൊരുങ്ങവേ ഒരു ബെൻസ് കാർ വന്ന് ബ്രേക്കിട്ടു. നിങ്ങളെവിടെ പോന്ന് എന്നൊരു ചോദ്യത്തോടെ ഒരാൾ കാറിൽ നിന്നിറങ്ങി. പാർക്ക് ചെയ്യാൻ വേണ്ടിയാവണം കാർ പിന്നെയും മുന്നോട്ട് നീങ്ങി. CV രാമൻ പിള്ളയുടെ ധർമ്മരാജയിലെ ചന്ദ്രക്കാരനെ പോലെ കാറിൽ നിന്നിറങ്ങിയാൽ ഉരുണ്ടുരുണ്ടു വന്നു. കൂളിംഗ് ഗ്ലാസ് മാറ്റിയപ്പോൾ അയാളുടെ കുഞ്ഞിക്കണ്ണുകൾ പളുങ്ക് കോട്ടികൾ പോലെ തിളങ്ങി. ചിരിച്ചുകൊണ്ട് തന്നെ അയാളുടെ വലത് കൈ കബീറിൻ്റെ തോളിൽ വീണപ്പോൾ കബീർ ഒന്ന് ചിരിഞ്ഞു പോയി. ഓർമ്മയുണ്ട കബീർ എനിക്ക് തന്നെ? ഏടുന്നല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ കബീർ ഭ്രമിച്ചു. ബ്രണ്ണൻ സ്കൂളിൽ നമ്മളെ ഒരേ ബെഞ്ചിൽ. ഞാൻ 9 നിർത്തി, നീ 10 കിടന്നു, അത്രയുള്ളോ? ഇങ്ങനൊരു തടിയൻ എൻ്റെ ബെഞ്ചിൽ. കബീറിൻ്റെ ഓർമ്മക്കുറവിന് തടിയൻ ഒരു തള്ളു വെച്ചു കൊടുത്തു. ഞാൻ തടിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പണ്ട് നാക്ക് പഠിക്കുന്ന ഈർക്കിലി പോലെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഇന്ന വായന പഠിപ്പിച്ചത് നമ്മളാ, മനസ്സിലായോ? ഏടുന്ന്. കബീർ തൻ്റെ വായനാ ഗുരുവിനെ ഓർക്കാൻ ശ്രമിച്ചു. പാഠാവലിക്കിടയിൽ ഒരു കൊച്ചു പുസ്തകം, ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഗൂഢരഹസ്യം പോലെ. തുണിയൊരിയും പോലെ പൊതിമാറ്റി പൊള്ളിയ വിരലാൽ പേജ് മറിക്കവേ നടുപ്പുറത്ത് വീണ അടിയിൽ മുഖമുയർത്തിയപ്പോൾ കണ്ടത് ശേഖരൻ മാഷുടെ പിരിച്ചു വെച്ച മീശ. എന്താ അമ്മോ! കബീറിൽ നിന്നും അങ്ങനൊരൊച്ച വന്നപ്പോൾ തടിയൻ്റെ നിർത്താതെയുള്ള ചിരി. പൊടി കിട്ടിയല്ലേ ഏടുന്ന്. അങ്ങനെയുള്ള സാധനം വല്ലതും ഉണ്ടോ കബീർ? കാന്താരിയോ പച്ചമുളകോ എന്തെങ്കിലും? അന്ന് വായിച്ച പോലെ ഒരു രസം പിന്നെ നമുക്ക് ഒരു വായനയൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. കബീർ കൈമലർത്തി. പോകാൻ നേരം സെക്കൻഡ് സെക്സിന് മേൽ വീണു കിടന്ന ചുവന്ന പൂവെടുത്ത് കബീർ ചങ്ങാതിക്ക് നൽകി. വാഗപ്പൂക്കളാൽ അലങ്കരിച്ച ബെൻസ് കാർ
കബീറിന് നേരെ കൈവീശി. വിശപ്പ് പോയി, ഊണ് കഴിക്കാനുള്ള താല്പര്യവും. ചുക്കിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം 2 കവിൾ അകത്താക്കി. മെഹ്ദി ഹസനെ മൂളിക്കൊണ്ട് കബീർ ഒന്ന് മുറുക്കാനൊരുങ്ങി. തളിർവെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണം കളിയടക്ക വായിലിട്ടു ചവച്ചു. ഊറി വന്ന രസത്തിനെ ചുണ്ടുകൂട്ടി തടഞ്ഞു നിർത്തി കവിൾ വീർപ്പിച്ച് ഗോഷ്ഠി കാട്ടുമ്പോൾ ഒരു തുള്ളി ചുവന്ന തുപ്പൽ പുസ്തകക്കൂട്ടത്തിന് മേൽ ചാറി. ഇടശ്ശേരിയുടെ പൂതം തെച്ചിക്കാട്ടിലേക്ക് പാറ്റിത്തുപ്പിയ ചേലിൽ കബീർ ഉടുമുണ്ടിൻ്റെ തുമ്പുകൊണ്ട് പുസ്തകമുഖം തുടച്ച് പിന്നെ നഗരത്തിൻ്റെ പൊട്ടിയ സ്ലാബുകൾക്കിടയിലൂടെ ഓടയെ തുപ്പിച്ചുവപ്പിച്ചു. ഓടയിൽ നിന്ന് വൈകുന്നേരം ബാലേട്ടൻ വരുമ്പോഴേക്കും കേശവദേവിനെ എടുത്തു വയ്ക്കാം എന്നേറ്റതാണ്. പുള്ളിക്കെവിടെയോ പ്രസംഗിക്കാൻ പോകാനുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോൾ പഴയ പുസ്തകങ്ങളെടുത്ത് മണപ്പിച്ച് നോക്കുന്ന ശീലമുണ്ട്. പുസ്തകം മണക്കുമ്പോൾ ചില ആളുകളെ മണക്കും. എത്രയെത്ര മനുഷ്യരുടെ തലോടലേറ്റ് കടന്നു പോയതായിരിക്കും ഓരോ പുസ്തകവും. പുസ്തകത്തെ തൊടുമ്പോൾ മനുഷ്യനെ തന്നെയാണ് തൊടുന്നത്. ആർക്കെങ്കിലും കൈ കൊടുത്താൽ ഉടൻ ചെന്ന് കൈ കഴുകുന്ന ചങ്ങാതിയെ ഓർമ്മ വന്നു കബീറിന്. അവൻ പറയും, ഹസ്തദാനത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആളുകൾക്ക് കൈ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് അടുത്തറിയുന്നവരിൽ ആദ്യം പോയത് ആ ചങ്ങാതിയായിരുന്നു. പതിവുള്ള ഉച്ചമയക്കം വന്ന് കണ്ണുകളെ മൂടാൻ തുടങ്ങി. ഉറക്കം വരുമ്പോൾ കണ്ണുകളെ അടച്ചു വെച്ച് മനസ്സിനെ തുറക്കും. ഇഷ്ടമുള്ള ഒരു ഗസൽ മൂളും. മെഹദി ഹസനോ ഉമ്പായിയോ ബാബുരാജോ വന്ന് അരികിലിരിക്കും. ചിലപ്പോൾ രാഘവൻ മാഷ്. എല്ലാ കബീറെ, ഈ എന്തിനാ കബീറെ കാക്ക തൂർന്ന് ഈ മരത്തണലിരുന്ന് പഴയ പുസ്തകങ്ങൾ വിറ്റ് ജീവിതങ്ങളെന്ന്? നിനക്ക് ഏതെങ്കിലും പാട്ടുകാരുടെ ട്രൂപ്പിൽ കൂടി അല്ലെങ്കിൽ നീ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ടാക്കിയെന്ന്. സഹചാരിയായ അബൂക്കയാണ്. അബൂക്ക, പുസ്തകങ്ങൾ എൻ്റെ ജീവനാണ്. സംഗീതം ആത്മാവ്. ജീവനെ ഉപേക്ഷിച്ച് ആത്മാവിനെ പ്രണയിക്കുന്നത് എങ്ങനെയാ അബൂക്ക? ഒരു ജീപ്പ് ബ്രേക്കിട്ടു. കൺപോളകളിലെ സൂര്യനുമേൽ നിഴലുകൾ നീണ്ടു നീണ്ടു വന്നു. ആരോ തൊട്ടു വിളിക്കുന്നു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഒരു പോലീസുകാരൻ. ലാത്തിത്തുമ്പുകൊണ്ട് അയാൾ തോളിൽ കുത്തി ഉണർത്താൻ ശ്രമിക്കുകയാണ്. ഞെട്ടിയുണർന്നു. എന്ത് സാർ? എന്താ ഇവിടെ പരിപാടി? പോലീസുകാരൻ ചോദിച്ചു. ഒന്ന് പതറിക്കൊണ്ടാണെങ്കിലും പറഞ്ഞു. പുസ്തക വിൽപ്പന. പഴയ പുസ്തകങ്ങൾ വാങ്ങി പാതി വിലയ്ക്ക്. മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഉണ്ടോ? ഉണ്ട് സാർ. നീ ഇവിടെ പുസ്തകം തന്നെയാണോ വിൽക്കുന്നത്, അതോ ഈ പഴയ പുസ്തകമൊക്കെ വിറ്റാൽ എന്ത് കിട്ടാനാ? കഞ്ചാവുണ്ടോ? അല്ല വേറെ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും? പോലീസുകാർ ലാത്തി കൊണ്ട് പുസ്തകങ്ങളൊക്കെ തട്ടിയിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അയ്യോ വിജയൻ മാഷ്! കബീറിൻ്റെ ഇടത്തൊണ്ടയിൽ ഒരു ഒച്ച പാതിയിൽ മുറിഞ്ഞു. ആരടാ അത്? നിന്റെ കൂട്ടുകച്ചവടത്തിൻ്റെ പങ്കാളിയാണോ? MN വിജയൻ മാഷ് ശീർഷാസനത്തിലിരുന്ന് കബീറിനെ നോക്കി ചിരിച്ചു. മാഷുടെ ഇടറിയ ഒച്ചകൾ അവിടെ ആകമാനം നിറഞ്ഞു. ചോദ്യം ചോദിച്ചവനെ നിങ്ങൾക്ക് പുറത്താക്കാം, പക്ഷേ ചോദ്യങ്ങളെപ്പോഴും അവിടെ ബാക്കിയുണ്ടാവും. പോലീസുകാർ തിരച്ചിൽ മതിയാക്കി. പോകുന്നതിനു മുമ്പേ ഇൻസ്പെക്ടർ ഭീഷണിയുടെ സ്വരത്തിൽ കബീറിൻ്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടി. ഇവിടെ ഇത് പറ്റില്ല, എല്ലാം ഭാര്യ എടുത്ത് പൊക്കണം. അസ്തമിക്കുന്നതിന് മുമ്പേ വേനൽ മഴ ചാറി. അലസിമരം സ്വയം കുടഞ്ഞെറിഞ്ഞു. പൂക്കൾ വീണ് തെരുവ് ചുവന്നു. പുസ്തകത്തെരുവ് ചുവന്ന തെരുവായി. നിലത്തു കിടന്ന വിജയൻ മാഷയെടുത്ത് മണ്ണ് തട്ടി കബീർ നെഞ്ചോട് ചേർത്തമർത്തി. അവൻ്റെ നെഞ്ചിൽ പതുക്കെ വീശുന്ന കാറ്റിൽ കരയെ തൊടുന്ന ഒരു പാട്ട് വന്ന് മൂളി.